ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPLന്റെ 10ാം സീസണിന്റെ ഇന്നലത്തെ ഒരു എലിമിനേറ്റർ പോരാട്ടത്തിൽ RCBയെ തകർത്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയിരിക്കുകയാണല്ലോ. വാശിയേറിയ പോരാട്ടത്തിൽ 4 വിക്കറ്റിന്റെ കിടിലൻ വിജയമായിരുന്നു സഞ്ജുവും പിള്ളരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ RCBക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസാണ് നേടാൻ സാധിച്ചതെങ്കിൽ മറുപടിക്കിറങ്ങിയ നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് ഒരു ഓവറും 4 വിക്കറ്റും ബാക്കിയാക്കിക്കൊണ്ട് വിജയലക്ഷ്യം മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും RCB രാജസ്ഥാൻ റോയൽസ് തോൽപ്പിച്ചപ്പോൾ നമ്മളിവിടെ എടുത്തു പറയണം നായകൻ സഞ്ജു സാംസണിന്റെ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ച്. നമുക്കറിയാം, അവസാന 6 മത്സരത്തിലും വിജയിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങുന്ന RCBക്കെതിരെ കിടിലൻ ക്യാപ്റ്റൻസി തന്നെയായിരുന്നു സഞ്ജു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. RCBയുടെ ബാറ്റ്സ്മാൻമാരുടെ ദൗർബല്യം കൃത്യമായി മുതലാക്കിക്കൊണ്ട് ബൗളർമാരെ ഉപയോഗിക്കാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് മത്സരത്തിൽ നിർണായകമായി മാറിയതും. അത് നമ്മൾ പലപ്പോഴും ആ ഒരു ഇന്നലത്തെ മത്സരത്തിൽ കണ്ടതുമാണ്. RCBയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണല്ലോ അവരുടെ ഏറ്റവും വലിയ ശക്തി. വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലസിസ് എന്നിവരുടെ പ്രധാനപ്പെട്ട വിക്കറ്റുകൾ വളരെ നിർണായകമായതിനാൽ തന്നെ പവർ പ്ലേയിൽ തന്നെ ട്രെന്റ് ബോൾട്ടിന് സഞ്ജു 3 ഓവറുകളും നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഒരു തന്ത്രം ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. ബോൾട്ട് തന്റെ 3ാം ഓവറിൽ ഫാഫ് ഡുപ്ലസിസിനെ പുറത്താക്കുന്നു. ഈ ഒരു വിക്കറ്റാണ് RCBയുടെ ബാറ്റിംഗിന്റെ ആ ഒരു താളം നഷ്ടപ്പെടുത്തി തുടങ്ങുന്നത്. വിരാട് കോഹ്ലി മിന്നുന്ന ഫോമിലാണല്ലോ കളിച്ചുകൊണ്ടിരുന്നത്. റൺവേട്ടക്കാരിൽ തലപ്പത്തുള്ള കിങ് കോഹ്ലിയെ പൂട്ടാൻ യുസ്വേന്ദ്ര ചാഹലിനെയാണ് രാജസ്ഥാൻ റോയൽസ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. മുൻ RCB താരവുമായതുകൊണ്ട് തന്നെ ചാഹൽ കോഹ്ലിയുടെ ദൗർബല്യത്തെ കൃത്യമായി തന്നെ മുതലാക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടതും. പവർ പ്ലേയിൽ സ്പിന്നറെ ഉപയോഗിക്കാതിരുന്ന ആ ഒരു രാജസ്ഥാൻ റോയൽസിന്റെ ബുദ്ധിയും മികച്ചതായിരുന്നു. പവർ പ്ലേക്ക് ശേഷം മികച്ച ഫീൽഡ് ഒരുക്കിയ സഞ്ജു സാംസൺ ചാഹലിനെ ഉപയോഗിച്ചുകൊണ്ട് വിരാട് കോഹ്ലിയെ പൂട്ടുന്നു. അശ്വിൻ അനുഭവ സമ്പന്നരായിട്ടുള്ള താരമാണല്ലോ. വലിയ മത്സരങ്ങളിൽ കളിച്ച് മികവ് കാട്ടിയ അനുഭവ സമ്പത്തും അശ്വിനുണ്ട്. അത് ഇന്നലെ കൃത്യമായി തന്നെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അശ്വിന്റെ പ്രകടനം എടുത്തു പറയണം. ഇത് വളരെ നന്നായി തന്നെ ഉപയോഗിക്കുന്ന സഞ്ജു സാംസണെയാണ് നമ്മൾ കണ്ടതും. മധ്യ ഓവറുകളിൽ ടേൺ അല്പം കുറഞ്ഞപ്പോഴാണ് അശ്വിനെ കളത്തിൽ ഇറക്കിയതും. പന്തിന്റെ വേഗതയിൽ നല്ല നിയന്ത്രണമുള്ള സ്പിന്നറാണ് അശ്വിൻ. ക്യാരം ബോളുകളിലൂടെ അശ്വിൻ RCBയെ വിറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാമറൂൺ ഗ്രീൻ RCBക്കായി മികച്ച പ്രകടനമാണ് നടത്തിയിരുന്നത്. 21 പന്തിൽ 27 റൺസ് എടുത്ത ഗ്രീനെ അശ്വിൻ ക്യാരം ബോളിലൂടെയാണ് കൊടുക്കുന്നതും. അതെ, തൊട്ടടുത്ത പന്തിൽ നിന്ന് ഗ്ലെൻ മാക്സ്വെലിന്റെ വിക്കറ്റും അശ്വിൻ സ്വന്തമാക്കുന്നു. പ്രധാനമായും നമ്മളിവിടെ പറയേണ്ടതും അശ്വിന്റെ ആ ഒരു ബൗളിംഗ് മികവിനെ കുറിച്ച് തന്നെയാണ്. അത് കൃത്യമായി മുതലെടുക്കാൻ രാജസ്ഥാൻ റോയൽസിന് ഇന്നലെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യവും. ഡെത്ത് ഓവറിൽ രാജസ്ഥാൻ റോയൽസ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ റൺസ് വഴങ്ങിയെങ്കിൽ കൂടി മധ്യ ഓവറുകളിലൂടെയാണ് രാജസ്ഥാൻ റോയൽസ് ആ ഒരു കളി നിയന്ത്രിച്ചു പിടിച്ചത്. രാജസ്ഥാൻ റോയൽസിന്റെ വിക്കറ്റ് വേട്ടക്കാരിൽ പ്രധാനിയായി മാറാനും ആവേശ് ഖാനും സാധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാലും അപകടകാരിയായിട്ടുള്ള രജത് പട്ടിദാറിനെയും മഹിപാൽ ലോംറോറിനെയും ദിനേശ് കാർത്തിക്കിനെയും പുറത്താക്കിക്കൊണ്ട് വലിയ സ്കോറിലേക്ക് പോവാതെ RCB പിടിച്ചു കെട്ടിയതും ആവേശ് ഖാൻ ആയിരുന്നു. അതേപോലെ അശ്വിനെ 4ാം നമ്പറിൽ മറുപടി ബാറ്റിംഗിൽ കളിപ്പിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സാഹസ പരീക്ഷണത്തിന് രാജസ്ഥാൻ റോയൽസ് മുതിർന്നിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ബാറ്റിംഗ് നിരയിൽ സഞ്ജു പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. അതെ, സഞ്ജുവിന് ബാറ്റ് കൊണ്ട് മാച്ച് വിന്നിംഗ് പ്രകടനമൊന്നും നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും 13 പന്തുകളിൽ 17 റൺസ് മാത്രം എടുത്തുകൊണ്ട് ഒരു അനാവശ്യ ഷോട്ട് കളിച്ചുകൊണ്ടാണ് സഞ്ജു മടങ്ങുന്നത്. പക്ഷേ ബാറ്റിംഗിൽ മറ്റ് താരങ്ങളൊക്കെ ജയ്സ്വാളും അതുപോലെ തന്നെ റിയാൻ പരാഗും ചിമ്രോൺ ഹെറ്റമേറും അതുപോലെ തന്നെ റോമാൻ പവലും ഒക്കെ ഒത്തുപിടിച്ചപ്പോൾ ഒരു കിടിലൻ വിജയം തന്നെ രാജസ്ഥാൻ റോയൽസ് ഇന്നലെ RCBക്കെതിരെ സ്വന്തമാക്കുന്നു. അതോടുകൂടെ അവർ ക്വാളിഫയർ 2ലേക്ക് യോഗ്യത നേടുകയും ചെയ്തിരിക്കുന്നു. അതെ, ഇനി നാളെ SRHനെതിരെ വീണ്ടും ഒരു മത്സരമുണ്ട്. അതും ഒരു കിടിലൻ പോരാട്ടം തന്നെയായിരിക്കും. ഒരു എലിമിനേറ്റർ മത്സരം തന്നെയാണ് നാളെയും നടക്കുന്നത്. കാരണം നമുക്കറിയാം, തോറ്റാൽ പുറത്തു പോവേണ്ടി വരും. വിജയിച്ചാൽ ആ ഒരു വലിയ കടമ്പ, ഫൈനലിലേക്കുള്ള ഒരു വലിയ കടമ്പ കടക്കാനും പറ്റും. കാത്തിരിക്കാം രാജസ്ഥാൻ റോയൽസിന് ആ ഒരു കടമ്പ കടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.